അപ്പോൾ ബാഴ്സ ലാലിഗയൊക്കെ അടിച്ച് സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ബാഴ്സയുടെ ലോഗോയെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണയുടെ ലോഗോയിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ബാഴ്സലോണയുടെ ഈ ലോഗോയിൽ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് വെച്ചിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് ഒന്നുമല്ല. അപ്പോൾ ഈ ബാഴ്സലോണയുടെ ലോഗോയിൽ ഒരു സ്റ്റോറി തന്നെയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്ന സംഭവം എന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് ഒന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ കാറ്റലോണിയ പുണ്യാളന്റെ കുരിശാണ്. കാറ്റലോണിയ പുണ്യാളൻ എന്ന് പറയപ്പെടുന്നത് സെയിൻറ്റ് ജോർഡി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പുണ്യാളൻ്റെ കുരിശാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോഗോയിൽ വന്നിരിക്കുന്നത്, അല്ലാതെ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗ് അല്ല. ഇനി റൈറ്റ് സൈഡിലിട്ട് പോകാം. റൈറ്റ് സൈഡിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാറ്റലോണിയൻ ഫ്ലാഗാണ്. നമുക്കറിയാം കാറ്റലോണിയൻ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഉള്ളതാണ്. സ്പെയിനിനുള്ളിൽ തന്നെ പുതിയൊരു രാജ്യം വേണമെന്ന് അവകാശവാദം ഉന്നയിക്കാന്നുകൊണ്ട് കുറേ നാളുകളായി. അതുകൊണ്ട് തന്നെ കാറ്റലോണിയൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലാഗ് അവിടെ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. സെൻട്രൽ എഴുതിയേക്കണ FCB എന്ന് പറയുന്നത് നമുക്കറിയാം FC ബാഴ്സലോണ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴേട്ട് വന്നാൽ നമുക്കറിയാം ബാഴ്സലോണയുടെ ഔദ്യോഗിക ജേഴ്സിയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതിന് സെൻട്രലായിട്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഫുട്ബോളിന്റെ ഒരു ഐക്കണും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബാഴ്സലോണയുടെ ലോഗോ സംസാരിക്കുന്നത്. അപ്പോൾ ബാഴ്സ ഫാൻസ് ഉണ്ട്, താഴെ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബ് ഏതാണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും